ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. 3ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് അടുത്ത ദിവസം ഗണിതമാണ് പരീക്ഷ വരുന്നത് അല്ലേ. അപ്പോൾ ടീച്ചർ ഇതാ നിങ്ങൾക്കുള്ള പരീക്ഷാ ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേഗം നമ്മുടെ പരീക്ഷയിലോട്ട് പോയാലോ. അതിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മക്കൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ മറ്റു കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുതേ. ഓക്കെ മക്കളെ, അപ്പം 3ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കൂട്ടുകാർക്ക് ഗണിതവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾ ഇംഗ്ലീഷിലായിരിക്കും ചോദിക്കേണ്ടായിരിക്കുക കേട്ടോ. അപ്പോൾ ടീച്ചർ ഇന്നത്തെ വീഡിയോയിൽ ഇംഗ്ലീഷിലും അതുപോലെ തന്നെ മലയാളം മീഡിയം പഠിക്കുന്ന കൂട്ടുകാർക്ക് മലയാളത്തിലുമുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ ശ്രദ്ധിച്ചിരിക്കുക. എന്നിട്ട് നാളത്തെ എക്സാമിന് നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എന്ത് ചെയ്യുക, നിങ്ങളുടെ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന മറ്റു കൂട്ടുകാർ കൂടി വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടായിട്ട് മറക്കല്ലേ. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ആദ്യത്തെ പ്രവർത്തനത്തിലോട്ട് പോകാം. അപ്പോൾ ടീച്ചർ ആദ്യം നിങ്ങളുടെ ആക്ടിവിറ്റി ഇംഗ്ലീഷിലായിരിക്കും പറയാം കേട്ടോ. അതിനുശേഷം അതിൻ്റെ മലയാളം കൂടി പറയാം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് ഒന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 1, ദി ഗിഫ്റ്റ്. Jwala Club conducted speech competition as part of the New Year celebrations. 4 children were declared winners under various categories. Winners will be given 500 rupees each as gift. The currency notes which are to be placed in the gift covers are in the table. Complete the table. ഓക്കെ മക്കളെ, എന്താണ് നമ്മുടെ ഒന്നാമത്തെ പ്രവർത്തനം നോക്കിക്കേ. നമ്മുടെ ജാല ക്ലബ്ബ് എന്ത് ചെയ്താണ്, പുതുവർഷാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രസംഗ മത്സരം നടത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ വിവിധ വിഭാഗങ്ങളിലായിട്ട് 4 പേർ വിജയികളായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വിജയികൾക്ക് 500 രൂപ വീതമാണ് സമ്മാനം. സമ്മാന കവറിൽ വെക്കാനായിട്ട് എടുത്ത നോട്ടുകളും അവയുടെ എണ്ണവും എഴുതിയ പട്ടിക നോക്കൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട് അല്ലേ. പക്ഷേ ആ ടേബിളിലെ കുറച്ച് ഭാഗങ്ങൾ എന്താണ്, വിട്ടുപോയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ വിട്ടുപോയിട്ടുള്ള ഭാഗം മക്കളെടുത്ത് പൂർത്തീകരിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നോക്കിക്കേ, നോട്ടുകൾ ആദ്യം 100 രൂപ നോട്ടുകൾ മാത്രമാണ് അല്ലേ. അപ്പം 100 രൂപ നോട്ടുകൾ മാത്രമാണെങ്കിൽ അത് 500 രൂപയാകാൻ അതിൽ എത്ര എണ്ണം വേണം മക്കളെ, എത്ര നമ്പേഴ്സ് ഓഫ് നോട്ട്സ് ഉണ്ടെങ്കിൽ നമുക്കത് 500 രൂപയായിട്ട് കിട്ടുള്ളൂ. നമുക്കറിയാം അല്ലേ, 5 നൂറുകൾ ചേർന്നതാണ് 500 എന്നുള്ളത് അറിയാം അല്ലേ. എത്ര നമ്പർ നോട്ട് വേണം, 5 എണ്ണം വേണം അല്ലേ. 5 നോട്ട്സ് ഉണ്ടെങ്കിൽ എത്രയായിരിക്കുള്ളൂ മക്കളെ, 500 രൂപയാവുള്ളൂ അല്ലേ, 500 റുപ്പീസ് ആവുള്ളൂ. അടുത്ത് നോക്കിക്കുക മക്കളെ, 10 റുപ്പീസ് നോട്ട്സ് ഓൺലി അല്ലേ, അതായത് 10 രൂപ നോട്ടുകൾ ആണെങ്കിൽ 500 രൂപയാവാനായിട്ട് എത്ര എണ്ണം വേണം മക്കളെ, 50 എണ്ണം വേണം അല്ലേ. 15 × 10 ആണ് 500 നമുക്കറിയാം അല്ലേ. 50 × 10 ആണ് 500 അല്ലേ. ഓക്കെ മക്കളെ, അടുത്ത നോക്കിക്കേ, നമുക്കിവിടെ 100 റുപ്പീസ് നോട്ട്സും അതുപോലെ തന്നെ 50 റുപ്പീസ് നോട്ട്സും ഉണ്ട് അല്ലേ. 2 നോട്ടുകളും ഉണ്ട് കേട്ടോ. 2 കൂടെ മിക്സ് ആക്കിയിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 100 രൂപയുടെ എത്ര നോട്ടുകളും 50 രൂപയുടെ എത്ര നോട്ടുകളും ഉണ്ടെങ്കിൽ നമുക്ക് 500 രൂപയാവുള്ളൂ. 100 രൂപയുടെ 4 നോട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്കറിയാം അല്ലേ, അത് 400 ആണെന്ന് നമുക്കറിയാം അല്ലേ. പിന്നെ അതിലേക്ക് 500 ആണെങ്കിൽ എത്ര കൂടി വേണം, ഒരു 100 രൂപയുടെ കുറവ് കൂടി ഉണ്ട് അല്ലേ. അപ്പം നമുക്ക് 2 50 റുപ്പീസ് നോട്ട് എടുക്കുകയാണെങ്കിൽ എത്ര നമുക്ക് കിട്ടും, 100 റുപ്പീസ് കിട്ടില്ലേ, 100 രൂപ കിട്ടില്ലേ. അതായത് 400 + 100 എന്ന് പറയുന്നത് 500 ആണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ 4 100 രൂപ നോട്ടും 2 50 രൂപ നോട്ടും. ഇനി നമ്മളടുത്ത് പറഞ്ഞത് 3 ടൈപ്സ് ഓഫ് നോട്ട്സ്, അതായത് ഏതെങ്കിലും 3 തരത്തിലുള്ള ഏതെങ്കിലും നോട്ടുകൾ മക്കൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 200 രൂപയുടെ ഒരു നോട്ട് എടുക്കാം ആദ്യം. അപ്പോൾ നമുക്കറിയാം ഒരു 200 രൂപയുടെ നോട്ട് എടുത്താൽ എത്രയാണ്, 200 ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, 100 രൂപയുടെ 2 നോട്ടുകൾ എടുക്കാം അല്ലേ. 2 100 ചേർന്നാൽ 200 ആണെന്ന് നമുക്കറിയാം അല്ലേ. അടുത്തതോ, അപ്പോൾ നമുക്ക് ആദ്യത്തെ 200 പിന്നെ നമുക്ക് കിട്ടില്ല 200 2 കൂടി ചേരുമ്പോൾ എത്രയായി, 400 റുപ്പീസ് കിട്ടിയില്ലേ, 400 എന്ന് കിട്ടി. ഇനി നമുക്ക് എത്ര രൂപ ആവശ്യമുള്ളൂ, 100 രൂപ ആവശ്യമുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, 2 50 രൂപ നോട്ടുകൾ കൂടി എടുത്താൽ നമുക്ക് 100 രൂപ കിട്ടും അല്ലേ. അപ്പോൾ ടോട്ടൽ എത്രയായിരിക്കും മക്കളെ, 500 എന്ന് കിട്ടും അല്ലേ, 500 എന്ന് കിട്ടും. ഓക്കെ മക്കളെ, ഇനി നമുക്ക് രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കാം. അതിലോട്ട് പോകുന്നതിൻ്റെ മുന്നേ ആയിട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക, പെട്ടെന്നൊന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കണേ. ആക്ടിവിറ്റി 2, ക്രിക്കറ്റ് മാച്ച്. എ ക്രിക്കറ്റ് മാച്ച് ഈസ് ഗോയിങ് ഓൺ ഇൻ ദി ഫോറസ്റ്റ്. ദി മാച്ച് ഈസ് ബിറ്റ്വീൻ പാന്തേഴ്സ് ക്ലബ് ആൻഡ് ടസ്കർ ക്ലബ്. Tusker Club
സ്റ്റാർട്ടഡ് ബാറ്റിംഗ് ഫസ്റ്റ്. ലുക്ക് അറ്റ് ദ സ്കോർസ്. എന്താണ് മക്കളെ രണ്ടാമത്തെ പ്രവർത്തനം? ഒരു ക്രിക്കറ്റ് മാച്ചാണ് അല്ലേ, ക്രിക്കറ്റ് മത്സരം എന്നതാണ് നമ്മുടെ രണ്ടാമത്തെ പ്രവർത്തനം. നോക്കിക്കേ മക്കളെ, കാട്ടിൽ ക്രിക്കറ്റ് കളി നടക്കുകയാണ് അല്ലേ. പാന്തേഴ്സ് ക്ലബ്ബും ടസ്കർ ക്ലബ്ബും തമ്മിലാണ് കളി. ആദ്യം ബാറ്റ് ചെയ്തത് ടസ്കർ ക്ലബ്ബാണ്. അവരുടെ സ്കോർ നോക്കൂ. അപ്പം ടസ്കർ ക്ലബിൻ്റെ സ്കോറാണ് നമുക്ക് അവിടെ താഴെ ടേബിളിൽ തന്നിട്ടുള്ളത് അല്ലേ. നോക്കിക്കേ, ജാങ്കോ ആന എത്ര റൺസ് എടുത്തു മക്കളെ? 125 റൺസ് എടുത്തു. മുട്ടൻ സിംഹം 109 റൺസ്. സ്പീഡി കുതിര 75 റൺസ് അല്ലേ. ഇനി നമ്മുടെ അടുത്ത് എന്താണ് പറഞ്ഞത്? ഇപ്പോൾ ടീം പാന്തേഴ്സ് ക്ലബിലെ ജമ്പൻ പുലി 120 റൺസും ട്രിക്കി കുറുക്കൻ 92 റൺസും എടുത്ത് ബാറ്റ് ചെയ്യുകയാണ്. ഈ കാര്യം കൂടി പറഞ്ഞു അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് തന്നു? ടസ്കർ ക്ലബിലെ ഓരോ മെമ്പേഴ്സും എടുത്തിട്ടുള്ള സ്കോർ നമുക്ക് അവിടെ തന്നു. പിന്നെ നമുക്ക് പാന്തേഴ്സ് ക്ലബിലെ ജമ്പൻ പുലിയും അതുപോലെ തന്നെ ട്രിക്കി കുറുക്കനും എടുത്ത റൺസും കൂടി നമുക്ക് അവിടെ തന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? തന്നിട്ടുള്ള ചോദ്യം എന്താണെന്ന് നോക്കാം. ടസ്കർ ക്ലബ്ബ് എത്ര റൺസ് നേടി? ടസ്കർ ക്ലബ്ബ് ആകെ എത്ര റൺസാണ് നേടിയത് എന്നതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അവരുടെ ഓരോരുത്തരുടെ റൺസ് നമുക്ക് മുകളിൽ തന്നിട്ടില്ലായിരുന്നോ? എത്രയായിരുന്നു മക്കളെ? 125 അല്ലേ, 125. പിന്നെ എത്രയായിരുന്നു? 109 റൺസ് ഉണ്ടായിരുന്നു, 75 റൺസ് ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ടോട്ടൽ കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? ആ 3 നമ്പേഴ്സ് ആഡ് ചെയ്താൽ പോരെ, 3 കൂടി കൂട്ടിയാൽ മതി അല്ലേ. എത്ര നമുക്ക് കിട്ടും? 309 എന്ന് കിട്ടും അല്ലേ, 309 എന്ന് കിട്ടും. അപ്പോൾ എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക? ഒന്ന് ആഡ് ചെയ്ത് നോക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. പാന്തേഴ്സ് ക്ലബിന് ഇപ്പോൾ എത്ര റൺസ് ഉണ്ട്? നമുക്കറിയാലോ, പാന്തേഴ്സ് ക്ലബ്ബിൽ ജമ്പൻ പുലി 120 റൺസാണ് എടുത്തിട്ടുള്ളത് അല്ലേ, 120. അതുപോലെ തന്നെ ട്രിക്കി കുറുക്കന് 92 റൺസ് എടുത്തു. അപ്പോൾ ടോട്ടൽ എത്ര ഉണ്ടായിരിക്കും മക്കളെ? 212 ഉണ്ടായിരിക്കും അല്ലേ, 212 ഉണ്ടായിരിക്കും. ഓക്കെ മക്കളെ, അത് തന്നെയുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. പാന്തേഴ്സ് ക്ലബിന് ജയിക്കാൻ ഇനി എത്ര റൺസ് കൂടി വേണം എന്നതാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ടസ്കർ ക്ലബിൻ്റെ റൺസ് ഉണ്ട് അല്ലേ, എത്രയാണ്? 309 എന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ പാന്തേഴ്സ് ക്ലബിനാണെങ്കിൽ 212 റൺസ് ഉണ്ട്. അപ്പോൾ നമ്മളടുത്ത് ചോദിച്ചത് എന്താണ്? പാന്തേഴ്സ് ക്ലബിന് ജയിക്കാൻ ഇനി എത്ര റൺസ് കൂടി വേണം? അത് കണ്ടെത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ആദ്യം നമ്മൾ ഈ 2 ടീംസിൻ്റെയും റൺസുകൾ തമ്മിൽ ഡിഫറൻസ് നോക്കണം അല്ലേ. അത് കണ്ടെത്താനായിട്ട് 309 കുറയ്ക്കണം, 212 ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 97 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ അതാണ് 2 ടീമും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി അവർക്ക് ജയിക്കാനുള്ള മാർക്കല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് വ്യത്യാസത്തിലുള്ള ആ ഒരു സ്കോർ കിട്ടിയാൽ മതിയോ? 97 റൺസ് എന്ന് കിട്ടിയാൽ മതിയോ? 97 കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യും? 2 ടീമും ഈക്വലായിട്ട് വരും അല്ലേ. 2 ടീമിൻ്റെയും സ്കോർ എന്തായിട്ട് വരും? തുല്യമായിട്ട് വരും. പക്ഷേ തുല്യമായി ജയിക്കുകയോ? ഇല്ല അല്ലേ, അവരെക്കാൾ 1 റൺസെങ്കിലും അധികം വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 97ലോട്ട് വീണ്ടും 1 റൺസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക, അതായത് 98 അല്ലേ. അപ്പം എത്ര റൺസ് വേണം മക്കളെ അവർക്ക് ജയിക്കാനായിട്ട്? 98 റൺസ് വേണം അവർക്ക് ജയിക്കാനായിട്ട്. ഓക്കെ കൂട്ടുകാരെ, ഇനി നമുക്ക് അടുത്ത പ്രവർത്തനത്തിലോട്ട് പോവാം. അതിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക? പെട്ടെന്നൊന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കണേ. പ്രവർത്തനം 3, അളവ് എഴുതാം. ഒരു മെഷർമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. നോക്കിക്കേ മക്കളെ, ചിത്രത്തിൽ കാണുന്ന അളവ് പാത്രങ്ങൾ കൊണ്ടും തൂക്കക്കട്ടി കൊണ്ടും അളക്കുമ്പോൾ കിട്ടുന്ന അളവും യൂണിറ്റും എഴുതി പട്ടിക പൂർത്തിയാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ അളവും അതുപോലെ തന്നെ അതിൻ്റെ യൂണിറ്റൊക്കെ നമുക്കവിടെ എന്ത് ചെയ്യണം? വിട്ടുപോയിട്ടുള്ള സ്ഥലത്ത് അവിടെ മക്കളടുത്ത് എഴുതിയിട്ട് ആ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നോക്കിക്കേ മക്കളെ, ആദ്യം എന്താണ് തന്നിട്ടുള്ളത്? ഒരു ഡ്രോപ്പറാണ് അല്ലേ. അതിൽ നമുക്ക് എത്ര പ്രാവശ്യം എന്ന് തന്നിട്ടുണ്ട് അല്ലേ, 2 തവണയാണ്. 2 തവണയാക്കുന്ന സമയത്ത് എത്ര മില്ലി എന്ന് പറഞ്ഞു? 10 മില്ലി ആണെന്ന് നമുക്കവിടെ തന്നിട്ടുണ്ട് അല്ലേ. ഇനി അടുത്തത് എന്താണ്? ഒരു അളവ് പാത്രം തന്നിട്ടുണ്ട് അല്ലേ. എത്ര മില്ലിയുടേതാണ്? 200 മില്ലിയുടേതാണ്. അത് എത്ര ടൈംസ് ആണ് പറഞ്ഞിട്ടുള്ളത്? 4 ടൈംസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അതായത് 4 പ്രാവശ്യമാണ് ആ ഒരു 200 മില്ലിയിൽ നമ്മൾ അളക്കുന്നതെന്ന് വിചാരിക്കുക. എങ്കിൽ അത് മൊത്തം എത്ര ഉണ്ടായിരിക്കും മക്കളെ? അതായത് 200 കൂട്ടണം 200 കൂട്ടണം 200 കൂട്ടണം 200 ചെയ്യണം അല്ലേ. അതായത് എത്ര ഉണ്ടായിരിക്കും? 800 മില്ലി ലിറ്റർ എന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അതേ രീതിയിലാണ് മക്കളത് കണ്ടെത്തേണ്ടത്. ഇനി അടുത്ത് നോക്കിക്കേ മക്കളെ, ഒരു ലിറ്ററിൻ്റെ പാത്രമാണ് അല്ലേ. അതെത്ര തവണയാണ്? 3 തവണയാണ് അല്ലേ. അപ്പോൾ 1 ലിറ്ററിൻ്റെ പാത്രം 3 തവണ എടുക്കുകയാണെങ്കിൽ നമുക്ക് എത്ര ലിറ്റർ കിട്ടും? 3 ലിറ്റർ എന്നേ കിട്ടും അല്ലേ. ലാസ്റ്റ് വൺ നോക്കിക്കേ മക്കളെ, ഒരു തൂക്കക്കട്ടിയാണ് അല്ലേ. എത്ര ഗ്രാമിൻ്റെതാണ്? 500 ഗ്രാമിൻ്റെതാണ് അല്ലേ. 500 ഗ്രാമിൻ്റെത് എത്ര തവണ എടുത്തിട്ടുണ്ട് മക്കളെ? 4 തവണ എടുത്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം 500ൻ്റെ തൂക്കക്കട്ടി നമ്മൾ 2 പ്രാവശ്യം എടുക്കുകയാണെങ്കിൽ എത്രയുണ്ടായിരിക്കും? 500 ഗ്രാം പ്ലസ് 500 ഗ്രാം എത്രയാണ്? 1 കിലോഗ്രാം എന്ന് കിട്ടൂലേ. അപ്പോൾ ഇവിടെ നമ്മൾ 4 തവണയാണ് എടുത്തിട്ടുള്ളത്. അതായത് മൊത്തം എത്ര ഉണ്ടായിരിക്കും മക്കളെ? 2 കിലോഗ്രാം എന്ന് കിട്ടൂലേ.
ഓക്കെ കൂട്ടുകാരെ, ഇനി അതിൽ തന്നെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കിക്കേ. 3ാം ക്ലാസ്സിലെ ലേജ് വെയിറ്റ് ഉയരവും ഭാരവും അളന്നത് തന്നിരിക്കുന്നു അല്ലേ, നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ശരിയായ യൂണിറ്റ് എഴുതി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് അവിടെ ആദ്യം തന്നിട്ടുള്ളത് ഏതാണ്? ഉയരമാണ് അല്ലേ. 128 128 തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് ഏത് യൂണിറ്റാണ് മക്കളെ? നമ്മൾ ഹൈറ്റ് പറയും സെൻറ്റിമീറ്ററിലാണ് അല്ലേ. അപ്പം മക്കൾ അവിടെ സെൻറ്റിമീറ്റർ എന്ന് എഴുതണം. അടുത്ത നോക്കിക്കേ, ഭാരം അല്ലേ, വെയിറ്റ് ആണ് തന്നിട്ടുള്ളത്. അവിടെ എത്ര തന്നിട്ടുണ്ട്? 35 തന്നിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്കറിയാം വെയിറ്റ് അല്ലേ, ഭാരം ഏത് യൂണിറ്റിലാണ് പറയുക? കിലോഗ്രാമിലാണ് പറയുക അല്ലേ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് കൂട്ടുകാരുടെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നുണ്ട്. അപ്പോൾ അവരോട് എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. Activity 4 Vegetable Garden. The picture shows the vegetables Milan caught from his school vegetable garden today. Complete the table writing the numbers of each vegetables. ഓക്കെ മക്കളെ, എന്താണ് 4ാമത്തെ പ്രവർത്തനം? പച്ചക്കറി തോട്ടം എന്നതാണ് അല്ലേ. മിലന് അവൻ്റെ സ്കൂളിലെ പച്ചക്കറിത്തോട്ടത്തിൽ നിന്ന് ഇന്ന് ലഭിച്ച പച്ചക്കറികളുടെ ചിത്രമാണ് നമുക്ക് അവിടെ ചൂടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഓരോ പച്ചക്കറിയും എത്ര എണ്ണം എന്നുള്ളത് പട്ടികയിൽ മക്കളടുത്ത് എഴുതി കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചിത്രത്തിൽ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ പച്ചക്കറികൾ. അപ്പോൾ മക്കൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഓരോ വെജിറ്റബിളും എത്ര എണ്ണം വീതമുണ്ട് എന്ന് കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യുക, താഴെ തന്നിട്ടുള്ള കോളത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കിയ മക്കളെ, ഏതൊക്കെ വെജിറ്റബിൾസാണ് അവിടെയുള്ളത്? പംകിൻ ഉണ്ട് അല്ലേ, മത്തങ്ങയുണ്ട്, പിന്നെയോ തക്കാളി അല്ലേ, ടൊമാറ്റോ ഉണ്ട്, പിന്നെ എന്തൊക്കെയുണ്ട്, വെണ്ടയുണ്ട്, ഉരുളക്കിഴങ്ങുണ്ട് അല്ലേ. അങ്ങനെ ഒത്തിരി വെജിറ്റബിൾസാണ് അവിടെയുള്ളത്. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് ഇതേ രീതിയിലൊരു ടേബിളാണ് അവിടെ തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മക്കൾ എന്ത് ചെയ്യണം, വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് ആ ഒരു പിക്ചർ എടുത്തിട്ട് ഓരോ വെജിറ്റബിളും എത്ര എണ്ണം വീതമുണ്ട് എന്നുള്ളതൊന്ന് ജസ്റ്റ് കൗണ്ട് ചെയ്ത് എഴുതുക കേട്ടോ. അപ്പം നമുക്കിവിടെ പംകിൻ 7 എണ്ണമായിരുന്നു നമ്മുടെ പിക്ചറിൽ തന്നിട്ടുണ്ടായിരുന്നത്. ടൊമാറ്റോ തക്കാളി 8 എണ്ണം ഉണ്ടായിരുന്നു. ലേഡീസ് ഫിംഗർ 10 കേട്ടോ, വെണ്ട 10 ഉണ്ടായിരുന്നു. പൊട്ടറ്റോ 6, അതുപോലെ തന്നെ ഒനിയൻ 7 ആണുള്ളത് കേട്ടോ, ഉള്ളി 7 എണ്ണമാണുള്ളത്. ഇനി നമ്മൾക്ക് അതിൽ മറ്റൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. നെയിം ദി വെജിറ്റബിൾസ് വിച്ച് ആർ സെയിം ഇൻ നമ്പർ. അതായത് ഒരേ എണ്ണമുള്ള പച്ചക്കറികളുടെ പേര് എഴുതാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം നമുക്കറിയാം ആ ഒരു ടേബിൾ നോക്കിയാൽ 7 7 ഏതൊക്കെ പച്ചക്കറികൾക്കാണ് തുല്യ എണ്ണം വരുന്നത്? 7 വരുന്നത്. പംകിനും ഉണ്ട്, മത്തനും ഉണ്ട്, അതുപോലെ തന്നെ ഒനിയനും ഉണ്ട് അല്ലേ, ഉള്ളിയും വരുന്നുണ്ട്. അവരുടെ രണ്ടിൻ്റെയും നമ്പേഴ്സ് എന്താണ്? സെയിം ആണ് വരുന്നത് അല്ലേ. അപ്പം അവയുടെ രണ്ടിൻ്റെയും പേര് മക്കൾ അവിടെ എഴുതുക കേട്ടോ. മലയാളം മീഡിയക്കാർ മലയാളത്തിൽ വേണം എഴുതാനായിട്ട്. മത്തങ്ങ അതുപോലെ തന്നെ ഉള്ളി. അതിൽ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. റൈറ്റ് എ ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ദി ടേബിൾ. ആ നമ്മൾ ഫില്ല് ചെയ്തിട്ടുള്ള ടേബിളിലെ ആ ഒരു ടേബിളിനെ ബേസ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ മക്കളടുത്ത് സ്വയം ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പം മക്കൾ എന്ത് ചെയ്താൽ തക്കാളിക്ക് എത്ര രൂപയാണ്, അല്ലെങ്കിൽ വെണ്ടയ്ക്ക് എത്ര രൂപയാണ്, അല്ലെങ്കിൽ ഏത് വെജിറ്റബിളാണ് ഏറ്റവും കൂടുതൽ എണ്ണമുള്ളത്, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്യാം, ആ ഒരു ടേബിളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചോദ്യങ്ങൾ തയ്യാറാക്കാവുന്നതാണ്. ഇപ്പം നമ്മളിവിടെ വിച്ച് വെജിറ്റബിൾ ഈസ് മോർ ഇൻ നമ്പർ, അതായത് ഏറ്റവും കൂടുതൽ വെജിറ്റബിൾസ് ഉള്ളത് എണ്ണം ഏത് വെജിറ്റബിൾ ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ വിച്ച് വെജിറ്റബിൾസ് ഈസ് ലീസ്റ്റ് ഇൻ നമ്പർ, അതായത് ഏറ്റവും കുറവ് എണ്ണമുള്ള പച്ചക്കറി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഹൗ മെനി പംകിൻസ് ആർ ദർ, അതായത് എത്ര മത്തങ്ങയാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ മക്കൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ മക്കളെ, നമുക്കിനി അടുത്തൊരു ആക്ടിവിറ്റിയിലോട്ട് പോകാം. അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്തേ പെട്ടെന്ന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ട മറക്കരുത്. ഇനി നമുക്ക് കുറച്ച് മെമ്പേഴ്സ് കൂടി ഉണ്ടെങ്കിൽ നമ്മൾ 1 lakh ഫാമിലി ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ മക്കളെ, നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. ആക്ടിവിറ്റി 5 കാർഡ് ഗെയിം. Ajay and Milan are playing cards. They took 24 cards from the box and divided them equally and started to play. പ്രവർത്തനം 5 എന്താണ് മക്കളെ? കാർഡ് കളിയാണ് അല്ലേ. നമ്മുടെ അജയും അതുപോലെ തന്നെ മിലനും കൂടി കാർഡ് കളിക്കുകയാണ്. പെട്ടിയിൽ നിന്ന് അവർ എത്ര കാർഡ് എടുത്തിട്ടുണ്ട്? 24 കാർഡ് എടുത്തിട്ട് അവരെന്ത് ചെയ്തു, തുല്യമായി വീതിച്ചിട്ടാണ് കളിക്കാനായിട്ട് തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ നോക്കിക്കേ മക്കളെ, ഓരോരുത്തരുടെയും കയ്യിൽ എത്ര കാർഡുകൾ ഉണ്ട് എന്നതാണ് ആദ്യമായിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യം കേട്ടോ. അപ്പോൾ നമുക്കറിയാം ടോട്ടൽ എത്ര കാർഡുകളുണ്ട്? 24 ആണല്ലേ, 24 കാർഡുകളാണുള്ളത്. പിന്നെ നമ്മുടെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ആ കാർഡുകൾ അവർ ഈക്വലി ആണ് ഡിവൈഡ്, അതായത് തുല്യമായിട്ടാണ് ഭാഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തരുടെയും കയ്യിലെ കാർഡുകളുടെ എണ്ണം കണ്ടെത്താനായിട്ട് എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം 24 ആണ്. 24നെ നമുക്ക് 2 ആൾക്കാണ് തുല്യമായി വീതിക്കേണ്ടത്. അപ്പോൾ 24 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി അല്ലേ. 24 ഹരിക്കണം 2 എത്രയാണ് മക്കളെ? 12 അല്ലേ. അഥവാ 24ൻ്റെ പകുതി കണ്ടാൽ മതി. എത്രയാണ്? 12 അല്ലേ. ഓക്കെ മക്കളെ, അതിൽ തന്നെയുള്ള ബി ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഒരു കളി കഴിഞ്ഞപ്പോൾ 2 കൂട്ടുകാർ കൂടി വന്നു. അവർ എല്ലാവരും കൂടി പുതിയ കളി
തുടങ്ങാൻ കാർഡുകൾ വീണ്ടും തുല്യമായി വീതിച്ചു. ഇപ്പോൾ ഓരോരുത്തരുടെയും കയ്യിൽ എത്ര കാർഡുകൾ ഉണ്ടാകും എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം എന്താണ് പറഞ്ഞത്? ഒരു കളി കഴിഞ്ഞപ്പോൾ വീണ്ടും 2 കൂട്ടുകാർ കൂടി എന്ത് ചെയ്തു? അവരുടെ കൂടെ കളിക്കാനായിട്ട് വന്നു അല്ലേ? അപ്പം ഇപ്പോൾ എത്ര കൂട്ടുകാർ ചേർന്നിട്ടാണ് കളിക്കുന്നത്? ആദ്യം നമ്മുടെ അജയും അതുപോലെ തന്നെ മിലനും കൂടിയായിരുന്നു അല്ലേ? 2 പേരായിരുന്നു. വീണ്ടും 2 പേര് വന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര കുട്ടികളായിട്ടുണ്ട്? ആകെ 4 കൂട്ടുകാരാണ് കളിക്കുന്നത് അല്ലേ? പക്ഷേ കാർഡുകളുടെ എണ്ണം എത്ര തന്നെയുള്ളൂ? 24 എണ്ണല്ലേ ഉള്ളൂ. കാർഡിൻ്റെ എണ്ണമൊന്നും അവർ കൂട്ടിയിട്ടില്ല അല്ലേ? അപ്പോൾ അത് കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? 24നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? എത്ര കൊണ്ട് ഹരിക്കണം? 4 കുട്ടികളല്ലേ ഉള്ളത്? 4 പേർക്കല്ലേ തുല്യമായി ഭാഗിക്കേണ്ടത്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 24 ഹരിക്കണം 4 ചെയ്യണം. എത്രയാണ് മക്കളെ ആൻസർ വരിക? 6 കിട്ടും. എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായില്ലേ? ഓക്കെ മക്കളെ, ഇനി നമുക്കതിൽ തന്നെ സി ക്വസ്റ്റ്യൻ നോക്കാം. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ 4 പേർ കൂടി വന്നു. പെട്ടിയിൽ നിന്ന് 24 കാർഡ് കൂടി എടുത്തു. നേരത്തെയുള്ള കാർഡിനോട് ചേർത്ത് വെച്ചു. പുതിയ കളി തുടങ്ങാൻ കാർഡുകൾ തുല്യമായി വീതിച്ചു. ഇപ്പോൾ ഓരോരുത്തരുടെയും കയ്യിൽ എത്ര കാർഡുകൾ ഉണ്ടാകും? ശരിയായ ഉത്തരത്തിന് ടിക്ക് മാർക്ക് ഇടാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളടുത്ത് എന്താണ് പറഞ്ഞത് മക്കളെ? പിന്നീട് കുറച്ച് കൂട്ടുകാർ കൂടി ഇവരുടെ കൂടെ കളിക്കാനായിട്ട് വന്നു അല്ലേ? ഇപ്പോൾ എത്ര കൂട്ടുകാരാണുള്ളത്? 4 കൂട്ടുകാരായിരുന്നു ഉണ്ടായിരുന്നത്. അതിലേക്ക് വീണ്ടും 4 പേർ കൂടി ചേർന്നിട്ടുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്തു? ആദ്യം കയ്യിലുള്ള 24 കാർഡ് തികയില്ലാന്ന് തോന്നിയപ്പോൾ വീണ്ടും പെട്ടിയിൽ നിന്ന് ഒരു 24 കാർഡുകൾ കൂടി എടുത്തു അല്ലേ? ഇനി എങ്ങനെയെങ്കിലും കളിക്കാനായിട്ട് വന്ന ഓരോരുത്തർക്കും എത്ര കാർഡ് വീതം ലഭിച്ചിട്ടുണ്ടായിരിക്കും എന്നതാണ് നമ്മളത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കിക്കുക മക്കളെ, നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ആകെ എത്ര കാർഡുകളുണ്ട് എന്നത് കണ്ടെത്താം അല്ലേ? എത്ര കാർഡുകളുണ്ട് നമുക്കറിയാം അല്ലേ? ഫസ്റ്റ് ഗെയിമിൽ അവരെടുത്തിട്ടുള്ള 24 കാർഡുകളുണ്ട്. അതുപോലെ തന്നെ ഇപ്പം പുതുതായി എടുത്തിട്ടുള്ള 24 കാർഡുകൾ കൂടിയില്ലേ? അപ്പോൾ ടോട്ടൽ എത്രയാണ്? 48 അല്ലേ? 48 എന്ന് കിട്ടും. അതുപോലെ തന്നെ ഇനി നമുക്ക് എന്ത് കണ്ടെത്തണം? ആകെ കുട്ടികളുടെ എണ്ണം കണ്ടെത്തണം. ഇതുവരെ 4 കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. പുതുതായിട്ട് എന്ത് ചെയ്തു? 4 പേർ കൂടി ചേർന്നു അല്ലേ? അപ്പം ടോട്ടൽ എത്ര കുട്ടികളുണ്ടായിരിക്കും മക്കളെ? 8 അല്ലേ? 8 കുട്ടികളുണ്ടായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് എന്ത് കാണണം? ഈ 48 കാർഡുകൾ 8 പേർക്ക് തുല്യമായി വിധിച്ചാൽ ഓരോരുത്തർക്കും എത്ര കിട്ടും എന്നുള്ളത് കണ്ടെത്തണം അല്ലേ? അത് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി? 48 ഹരിക്കണം 8 ചെയ്താൽ പോരെ? 48 ഡിവൈഡഡ് ബൈ 8 ചെയ്യുക കേട്ടോ. എത്രയാണ് ആൻസർ വരിക? 6 അപ്പോൾ ഓപ്ഷൻ എ ആണ് അവിടെ കറക്റ്റായിട്ട് വരുന്നത് കേട്ടോ. നമുക്ക് അവിടെ ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓക്കെ മക്കളെ, എല്ലാവർക്കും കിട്ടിയില്ലേ? ഇനി നമുക്ക് അടുത്തൊരു പ്രവർത്തനം നോക്കാം. ആക്ടിവിറ്റി 6, വാട്ട്സ് ദി ടൈം? കംപ്ലീറ്റ് ദി ടേബിൾ, റൈറ്റ് ഇൻ ദി ടൈം ആൻഡ് ഡ്രോ ദി ഹാൻഡ്സ് ഓഫ് ദി ക്ലോക്ക്. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? താഴെ കുറച്ച് ക്ലോക്ക് തന്നിട്ടുണ്ട് അല്ലേ? അതുപോലെ തന്നെ ക്ലോക്കിൻ്റെ പിക്ചർ തന്നിട്ടുണ്ട്. ഒരു ടേബിളും തന്നിട്ടുണ്ട് അല്ലേ? ആ ടേബിളിൽ എന്ത് ചെയ്യാനായിട്ട് മക്കളടുത്ത് പറഞ്ഞിട്ടുണ്ട്? വിട്ടുപോയിട്ടുള്ള ഒരു കോളത്തിൽ എത്രയാണോ സമയം എന്നുള്ളത് എഴുതി ചേർക്കാനും അതുപോലെ തന്നെ അവിടെ തന്നിട്ടുള്ള ക്ലോക്കിൻ്റെ പിക്ചറിൽ സൂചികൾ വരയ്ക്കാൻ വിട്ടുപോയിട്ടുള്ളവയിൽ എന്ത് ചെയ്യാൻ? സൂചികൾ വരച്ച് ചേർക്കാനുമാണ് മക്കളടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു പ്രവർത്തനമല്ലേ? എല്ലാ കൂട്ടുകാർക്കും ഇതുപോലെ ടൈം അല്ലേ അഥവാ സമയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഇഷ്ടമാണോ? ആണെങ്കിൽ എന്ത് ചെയ്യുക? ആ കാര്യം ഒന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാം. അതോടൊപ്പം തന്നെ ഇന്ന് പറഞ്ഞിട്ടുള്ള 6 പ്രവർത്തനത്തിൽ കൂട്ടുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും അതുപോലെ തന്നെ ഏറ്റവും ഈസി ആയിട്ടുള്ള ആക്ടിവിറ്റി ഏതാ എന്നുള്ള കാര്യം കൂടി നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നോക്കിക്കേ, ആദ്യത്തെ ക്ലോക്കിൽ നമുക്ക് സമയം തന്നിട്ടുണ്ട്. അത് എത്രയാണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ക്ലോക്ക് നോക്കിയിട്ട് സമയം എത്രയാണെന്ന് കണ്ടെത്താനായിട്ട് കൂട്ടുകാർക്ക് അറിയാമല്ലോ. അറിയാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നിർബന്ധമായിട്ടും പഠിക്കുക കേട്ടോ. അപ്പം എത്രയാണ് സമയം? 2 മണിയാണ് അല്ലേ? അടുത്ത നോക്കിക്കേ മക്കളെ, സമയം നമുക്ക് തന്നിട്ടുണ്ട്. ക്ലോക്ക് വരയ്ക്കാനായിരുന്നു. 2:15 ആണല്ലേ? അത് നമ്മൾ വരച്ചു. അതിനുശേഷവും നമുക്ക് എന്ത് വരയ്ക്കാനാണ്? സൂചി വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 1:45 ആണ് സമയം തന്നിട്ടുള്ളത് അല്ലേ? ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയാണ് കൂട്ടുകാരുടെ ഗണിതവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾ. അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യുക? നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടി നന്നായിട്ട് തന്നെ പഠിക്കുക കേട്ടോ. അതോടൊപ്പം തന്നെ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റു കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ടീച്ചർ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് 1 lakh ഫാമിലി ആവാറായിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ. ഓക്കെ മക്കളെ, മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.